ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 119ാമത്തെ മെനു ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ ഉണ്ടാക്കിയത് തേങ്ങ ചേർക്കാത്ത ഒരു വെണ്ടയ്ക്ക മോരുകറി, പിന്നെ മുരിങ്ങയില കൊണ്ടുള്ള തോരൻ, പിന്നെ ഒരു രസത്തിന് വേണ്ടി കുറച്ച് ഒരു മുട്ട എടുത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം വീട്ടിലുണ്ടാക്കിയ മാങ്ങാച്ചാറും പപ്പടവും ചോറും ഒക്കെ ആയിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യത്തെ റെസിപ്പി വെണ്ടയ്ക്ക മോരുകറി. ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കടുക് ഉലുവ ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് ഉലുവയും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ 2 or 3 നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് പോകും. നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം, പൊടികളൊന്നും കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കനെ ഒന്ന് നന്നായിട്ട് വേകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സ്റ്റേജിൽ ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈര് ചേർക്കാനുള്ള സമയം. തൈര് നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ്. മോരും ചേർക്കാൻ നമുക്ക് വേണമെങ്കിൽ, ഞാൻ തൈര് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ തൈര് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം തൈര് ആഡ് ചെയ്യാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തൈര് ഒന്ന് ചൂടാവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യുക. തിളയ്ക്കാനൊന്നും പാടില്ല. ഒന്ന് ലേശം തൈരൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ എല്ലായിടത്തേക്കും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക തേങ്ങ ചേർക്കാത്ത മോരുകറി റെഡി. ഇതൊന്ന് ചൂടായി വരട്ടെ. ഉപ്പ് വേണമെന്ന് ഈ സ്റ്റേജിൽ നോക്കിക്കോളൂ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം കൂടി ഞാനിത് അടുപ്പത്ത് വെച്ചു. തൈര് നന്നായിട്ടൊന്ന് ചൂടായി വരും. തൈര് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മുടെ കറി റെഡി. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുരിങ്ങയില തോരനാണ്. ഇതിനായിട്ട് വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കുക ഒരു പാനില്. അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉഴുന്നും പരിപ്പും കൂടി ചേർത്ത് വെക്കാം. ഉഴുന്നും പരിപ്പൊന്ന് ചുവന്ന് വരണം, കടുകൊന്ന് പൊട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. മുരിങ്ങയില നല്ലോണം ഒന്ന് സോട്ടേ ആയി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം ചതച്ചെടുത്തത്, മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് അധികം തേങ്ങ എടുത്തു. ഇത്ര തേങ്ങ ആവശ്യമില്ല, ഒന്ന് കുറച്ചുള്ളൂ. അത് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില തോരന് റെഡി.
അപ്പോൾ ഇന്നത്തെ സിമ്പിൾ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.